ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പൊ ലാസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നെക്സ്റ്റ് മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു. ഇന്നത്തെ മേക്ക് ഓവർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു മേക്ക് ഓവർ ആണ്. ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന മേക്ക് ഓവറിൽ ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ്സ് കിട്ടിയതും ഞങ്ങൾക്ക് ചെയ്തിട്ട് 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു മേക്ക് ഓവർ ആണ് കേട്ടോ. ഇതിൽ കുറച്ച് പെയിന്റിങ്ങും കുറച്ച് DIY ഒക്കെ ഉണ്ട്. ബുക്ക് വായിക്കാനായിട്ട് പണ്ട് തൊട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് ബുക്സ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. എപ്പോഴും ബുക്ക് വേണമെന്ന് പറയുമ്പോഴത്തേന് ലൈബ്രറി ഉണ്ടല്ലോ, പോയി മേടിച്ചിട്ട് വായിച്ചോ എന്നായിരുന്നു സ്കൂളും. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ 90s കിഡ്സിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയായിരുന്നു പൊതുവെ പഴയ ഒരു നേച്ചർ. അങ്ങനെ ആയിരുന്നല്ലോ, നമ്മളെല്ലാം ലൈബ്രറിയിൽ നിന്ന് ബുക്ക് മേടിക്കും, വായിക്കും, തിരിച്ചു കൊണ്ടു കൊടുക്കും. ഇപ്പൊ നമ്മൾ കല്യാണം കഴിഞ്ഞപ്പം ഒരു ഫ്രീഡം ഒക്കെ ആയപ്പോഴത്തേന് ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ബുക്ക് മേടിച്ച് വായിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം അതെനിക്കൊരു എന്താ പറയുക, ഒരു പേഴ്സണൽ അച്ചീവ്മെന്റ് പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം എല്ലാവരും ലൈഫിൽ ബിസി ആയിരിക്കുന്ന സമയത്ത് കുറച്ച് സമയം കിട്ടുമ്പോൾ ബുക്ക് വായിച്ചു, ഞാൻ കംപ്ലീറ്റ് ചെയ്ത ബുക്കുകൾ കാണുമ്പോൾ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കാണുമ്പോഴത്തേനും. ഇപ്പൊ കുറച്ച് ബുക്ക് നാട്ടിൽ പോയപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് ബുക്ക് എന്റെ പഴയ ബുക്സ് ഒക്കെ കൊണ്ടുവന്നതും പിന്നെ ഇവിടെ കുറെ നാളായിട്ടിരിക്കുന്ന ബുക്സും എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് എനിക്കൊരു ഹോം ലൈബ്രറി സെറ്റപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് അത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആള് പറഞ്ഞു, നമുക്ക് അത്രയ്ക്കൊക്കെ ബുക്ക് ഉണ്ടോ, എങ്കിലൊക്കെ അത്രയൊക്കെ ആവുമ്പോൾ നമുക്ക് ലൈബ്രറി സെറ്റ് ചെയ്യാമെന്നായിരുന്നു ആലോചിച്ചിട്ടിരുന്നത്. ഇപ്പോഴും ഞങ്ങൾക്ക് അത്രയൊന്നും ബുക്സ് ഒന്നും ആയിട്ടൊന്നുമില്ല. ഒരു വലിയ ലൈബ്രറി സെറ്റപ്പ് ചെയ്യാനുള്ള പുസ്തകമൊന്നും ഇല്ല ഞങ്ങൾക്ക് ഇപ്പോൾ. ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു കുട്ടി ഹോം ലൈബ്രറി സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം ചെറിയ രീതിയിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ചെയ്ത് വന്നപ്പോൾ നല്ല എന്താ പറയാ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇനി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് പറയുക. പിന്നെ ചാനൽ നിങ്ങൾക്ക് ഫർദർ ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഞാൻ ഇതുപോലെ തന്നെ റെഗുലർ ആയിട്ട് വീഡിയോ ഇടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ലൈഫ് ആയതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഞാൻ ഇനി തൊട്ട് വീഡിയോ എല്ലാ ആഴ്ചയിടും അങ്ങനെയൊന്നും ഞാൻ വാക്കും തരുന്നില്ല. കുറെ വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതൊന്നും പാലിക്കാൻ പറ്റിയിട്ടില്ല. പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാം എന്തായാലും. അപ്പൊ ഈ ഒരു മേക്ക് ഓവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. വീണ്ടും നമ്മൾ ഹെൻട്രിവേയിൽ എത്തിയേക്കാണ്. അപ്പൊ ഹെൻട്രിവേയിൽ കയറി വരുന്നത് നേരെ കാണുന്ന ഈ വലിയ വോളിലാണ് കേട്ടോ ഹോം ലൈബ്രറി സെറ്റപ്പ് ചെയ്യുന്നത്. ലൈബ്രറി സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കറന്റ് കടന്നിരുന്നത്. പ്രയർ വോളും നമ്മൾ ഈ ഹോം ലൈബ്രറി ഒക്കെ ഒരുപോലെയാണ് ഞങ്ങൾ സെറ്റപ്പ് ചെയ്തത് കേട്ടോ. ഒരു പ്ലെയിൻ വോളായിട്ടാണ് ഇപ്പൊ കിടക്കുന്നത്. മോൻ കുത്തിവെച്ച പാടും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഒരു വൈഫൈ മോഡത്തിന്റെ എക്സ്റ്റൻഷനും വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ബെഡ്റൂമിലോട്ട് വൈഫൈ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രയർ ഏരിയയും ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ ഒരു മേക്ക് ഓവറും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. അപ്പൊ ആ സമയത്തും ഇങ്ങനെ തന്നെയാണ് പ്രയർ സെറ്റപ്പ് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ മെയിൻ ഡോർ തുറന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. ആ ഒരു വോളിലാണ് നമ്മളിപ്പം ഹോം ലൈബ്രറി സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പ്രെയർ ഏരിയയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി മാറ്റി ഞങ്ങൾ പുതിയ പ്രെയർ ഏരിയ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാണുന്ന ഒരു വോളിലാണ് ഞങ്ങൾ ഷെൽഫ് അടിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഒരു ഓപ്പൺ സ്പേസിൽ ഹോം ലൈബ്രറി സെറ്റപ്പ് ചെയ്യാനാണ് പ്ലാൻ. അപ്പൊ ഈ ഒരു വോളിന് കംപ്ലീറ്റ് മേക്ക് ഓവർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ വോൾ പെയിന്റ് മാറ്റണം. ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന പെയിന്റ് ഗ്രീൻ ലീഫ് എന്ന് പറയുന്ന റിച്ച് മാറ്റ് കാറ്റഗറി വരുന്ന ജോട്ടൂന്റെ പെയിന്റ് ആണ്. അതിൽ മാറ്റ് ഫിനിഷ് ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു നല്ല സേജ് ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചുകൂടെ ഡാർക്കർ ഗ്രീൻ ആണ് കേട്ടോ. എനിക്കൊരു ഡാർക്ക് ലുക്ക് വേണം, കാരണം ഞങ്ങളുടെ ഹോൾ ഹൗസ് ഒരു ബ്രൈറ്റ് ആണ്. അപ്പം ഈ ഹോം ലൈബ്രറി സെറ്റപ്പ് നല്ലൊരു ഡാർക്ക് തീമിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഡാർക്കർ ഷെയ്ഡ് ചൂസ് ചെയ്തത്. അപ്പൊ മാറ്റ് ഫിനിഷിലാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പൊ നമുക്ക് പെയിന്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു രണ്ട് വോൾ ഉണ്ടല്ലോ, ഒരു ചെറിയ വോളും വരുന്നുണ്ട്, ഒരു വലിയ ലോങ് വോളും വരുന്നുണ്ട്. അപ്പൊ രണ്ട് വോളും ഞാൻ ഇതേ സെയിം പെയിന്റ് തന്നെയാണ് അടിക്കുന്നത്. അപ്പം ഞാൻ ഒരു ദിവസം അല്ല 2 ദിവസം എടുത്തു കേട്ടോ പെയിന്റ് ചെയ്യാനായിട്ട്. കാരണം കുഞ്ഞുള്ളത് കൊണ്ട് അവൻ ഇടയ്ക്ക് വരുമ്പം പെയിന്റിംഗ് ഒന്നും നടക്കത്തില്ല. പിന്നെ കുറച്ച് ദിവസം എടുത്താണ് പെയിന്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ എനിക്ക് പെയിന്റ് ചെയ്യാൻ പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ അതൊക്കെ കേട്ടിങ്ങനെ മോൻ ഉറങ്ങുന്ന സമയത്തൊക്കെ എനിക്കൊരു പീസ്ഫുൾ ടൈമാണ് എന്നെ സംബന്ധിച്ച് പെയിന്റിംഗ് ടൈം എന്ന് പറയുന്നത്. പിന്നെ ഐ ഡു മിസ് ദിസ്. നേരത്തെ ഒരുപാട് മേക്ക് ഓവർ ഒക്കെ ചെയ്യുമായിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്താണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് കോട്ട് ഓഫ് പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് കോട്ടും കൂടെ അടിച്ചാലേ വൃത്തിയാവുള്ളൂ. സെക്കൻഡ് കോട്ട് ഒരു റോളർ ബ്രഷിലാണ് അടിക്കുന്നത്. അപ്പൊ റോളർ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ഫിനിഷ് കിട്ടും. അപ്പൊ ഞങ്ങൾ സെക്കൻഡ് കോട്ട് പെയിന്റ് അടിക്കുവാണ് കേട്ടോ. ഇനി ഞങ്ങൾ ഈ കാണുന്ന വുഡാണ് കേട്ടോ ഷെൽഫായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് സ്റ്റെയിൻ ചെയ്യണം. ഈ ഒരു വുഡ് പീസസ് ഒക്കെ ഞങ്ങൾക്ക് ഒരു സൈറ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഇങ്ങനെ വുഡ് വർക്ക് നടക്കുന്ന സൈറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ ഇതുപോലെ കളയാൻ അവർ ആവശ്യം കഴിയുമ്പം ഡംപ് ചെയ്യുന്ന ഒരു സാധനമാണ്. കാരണം ഇത് നമ്മുടെ ഫിനിഷ് ചെയ്ത വുഡൊന്നും അല്ല, ഇത് വൈറ്റ് വുഡ് എന്ന് പറയും, മൊറബ എന്ന് പറയും. നല്ല റഫ് ആയിരിക്കും, ഫിനിഷിംഗ് ഒന്നും കാണത്തില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വല്ലതും സൈറ്റുകളോ അങ്ങനെ വല്ലതും അറിയാമെങ്കിൽ അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഫ്രീ ആയിട്ട്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. ഞങ്ങൾ അതിനെ
സ്റ്റെയിൻ ചെയ്യാണ്. അപ്പൊ നാഷണൽ പെയിന്റ്സിന്റെ വാൾനട്ട് സ്റ്റെയിൻ ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനത്തെ ഷെൽഫ് നിങ്ങൾക്ക് ഇനി അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഐക്കയിലൊക്കെ വാൾ ഷെൽഫ് 9 dirhamsനൊക്കെ കിട്ടും കേട്ടോ. ഇത്രയും ലോങ് ആയിരിക്കത്തില്ല, ഒരു 80 സെന്റിമീറ്റർ അങ്ങനെയൊക്കെ. അങ്ങനത്തെ ഫ്ലോട്ടിംഗ് ഷെൽഫോ വാൾ ഷെൽഫോ അങ്ങനത്തേതും നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ആണ്. ഞങ്ങളുടെ ചോയ്സ് ഒരു റഫ് ആയിട്ട് ബുക്സ് വെക്കാനല്ലേ, അതുകൊണ്ട് നമുക്കിത് ഫ്രീ ആയിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടാണ്. അങ്ങനെ ഞങ്ങൾ ചൂസ് ചെയ്തതാണ്. അപ്പൊ ഞങ്ങളുടെ വോളിന്റെ മെഷർമെന്റ് അനുസരിച്ച് 5 വാൾ ഷെൽഫ്സ് ഫിക്സ് ചെയ്യാനും അതിന് താഴെയായിട്ട് ഈ കാണുന്ന ഒരു എന്താ പറയുക ഒരു സ്റ്റോറേജ് യൂണിറ്റും കൊടുക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഈ സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത് 60x60 വാൾ ക്യാബിനറ്റ് ആണ്. 180 സെന്റിമീറ്റർ ലെന്തിലുള്ള 5 വാൾ ഷെൽഫ് ആണ് ഞങ്ങൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് ചേരുന്ന 60x60 3 വാൾ ക്യാബിനറ്റ് ആണ് ഞങ്ങൾ ഐക്കന്ന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് വോളുമായിട്ട് ഫിക്സ് ചെയ്ത് വെക്കാനാണ്. അപ്പൊ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആണ് വോളുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നതാണെങ്കിൽ. പിന്നെ കുറച്ചുകൂടെ പൊക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് താഴ്ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും പിന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലുക്ക് തോന്നിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പൊ ഞങ്ങൾ ഐക്കന്ന് ഈ ഒരു വാൾ ക്യാബിനറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടവർക്ക് നോക്കി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി ഞങ്ങൾ ഈ ഒരു വാൾ ക്യാബിനറ്റിൽ കുറച്ച് ഹോൾസ് ഇടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഹോൾസ് ഇടാനായിട്ട് ഞങ്ങൾ 1-2 ഷോപ്പിൽ ഈ ഹോൾ ഇടുന്ന ഡ്രില്ലിംഗ് മെഷീനിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഒരു സംഭവം കിട്ടും. ആ ഒരു സംഭവം മേടിച്ചൊക്കെ നോക്കി, പക്ഷെ ഞങ്ങൾക്ക് എന്തോ അത് വർക്ക് ആവുന്നില്ല ഞങ്ങളുടെ ഡ്രില്ലിംഗ് മെഷീനിൽ. അപ്പൊ പിന്നെ അവസാനം ഞങ്ങൾ ജസ്റ്റ് സാധാരണ പോലെ ഡ്രില്ല് ചെയ്തിട്ട് ആ ഹോൾ കുറച്ചുകൂടി നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഒക്കെ വെച്ച് തിരിച്ച് കുറച്ച് വലുതാക്കി എടുക്കുമായിരുന്നു. അങ്ങനെ ഹോൾ ഇടുന്നത് എന്താ വെച്ചാൽ വൈഫൈയുടെ കണക്ഷൻ കൊടുക്കാനും പിന്നെ ഞങ്ങൾ 1-2 ലാമ്പൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വയറും കാര്യങ്ങളൊന്നും വിസിബിൾ ആവാതിരിക്കാനായിട്ട് അതിനുള്ളിലോട്ട് പോകാനായിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഹോൾ ഇടുന്നത്. അപ്പൊ ഞങ്ങൾ സാധാരണ പോലെ ഡ്രില്ല് ചെയ്ത് ഹോൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് വലുതാക്കി എടുക്കുവാണ് കേട്ടോ. ഇനി ഞങ്ങൾ ഡ്രില്ല് ചെയ്തിട്ട് ഈ വാൾ ക്യാബിനറ്റ് എല്ലാം വോളുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുവാണ്. അപ്പം ഇത് വോളുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് ഐക്കയില് ഇവര് തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു വോൾ ബ്രാക്കറ്റ് ഉണ്ട്, ഒരു ഹിഞ്ചസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ അതല്ല ചൂസ് ചെയ്തത്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പൊ ഞങ്ങൾ സാധാരണ ഹാർഡ്വെയർ ഷോപ്പിൽ പോയി ഇതാ നിങ്ങൾക്ക് കാണാലോ, അതുപോലത്തെ ഒരു എന്താ പറയാ വോളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു ബ്രാക്കറ്റ് ടൈപ്പ് സംഭവം കിട്ടും. അപ്പൊ അതാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് കേട്ടോ. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണത്, നല്ല സ്റ്റഡിയാണ്, കാരണം നമ്മൾ 4 സൈഡിലും കൊടുക്കുമല്ലോ. അപ്പൊ ഈ ഒരു വാൾ ബ്രാക്കറ്റ് സംഭവം എല്ലാ ഹാർഡ്വെയർ സ്റ്റോറിലും കിട്ടും, വളരെ ഇൻഎക്സ്പെൻസീവ് ആണ്. അപ്പൊ ഞങ്ങൾ ആ വാൾ ബ്രാക്കറ്റ് വെച്ചിട്ട് ഈ 3 വാൾ ക്യാബിനറ്റും വോളുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുവാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഷെൽഫ് എല്ലാം ഹാങ് ചെയ്യാനാണ്. ഷെൽഫ് ഹാങ് ചെയ്യാൻ ഷെൽഫ് സപ്പോർട്ട് ചെയ്യുന്ന ബ്രാക്കറ്റ് വേണം, ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു വാൾ ബ്രാക്കറ്റ് വേണം. അപ്പൊ അതാണ് ഈ കാണുന്നത്. എടുത്തു വെച്ചിരിക്കുന്ന ക്ലിപ്സ് എങ്ങനെയോ മിസ്സായിപ്പോയി. അപ്പൊ അത് സാധാരണ പോലെ നമ്മൾ വോളുമായിട്ട് ഡ്രില്ല് ചെയ്യാണ്. അപ്പൊ ഞങ്ങൾ കറക്റ്റ് മെഷർമെന്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഡ്രില്ല് ചെയ്തത് കേട്ടോ. ഓരോ ഷെൽഫും തമ്മിൽ ഒരു ബുക്ക് വെച്ചൊക്കെ നോക്കി അതിന്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് മേളി അടിക്കുന്നത്. അപ്പൊ വൺസ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുക്സ് വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ അത് പിന്നെ ഇരട്ടി പണിയാവും. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഷെൽഫെല്ലാം വെക്കുന്നത്. ഈ വോൾ ബ്രാക്കറ്റും നമുക്ക് എല്ലാ ഹാർഡ്വെയർ സ്റ്റോറിലും കിട്ടും. ഞങ്ങൾ ഐക്കയിലാണ് മേടിച്ചത്. ഐക്കയിലും ഭയങ്കര ചീപ്പാണ് വോൾ ബ്രാക്കറ്റ്. പിന്നെ വോൾ ബ്രാക്കറ്റുമായിട്ട് ഈ വുഡ് പീസ് ഞങ്ങൾ അറ്റാച്ച് ചെയ്തൊന്നുമല്ല വെക്കുന്നത്. ഞങ്ങൾ ഓരോ വോൾ ബ്രാക്കറ്റ് അടിച്ച് ഓരോ ഷെൽഫ് ഞങ്ങൾ ഹാങ് ചെയ്യുവാണ്. അങ്ങനെ 5 ഷെൽഫ്സും ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ വൈഫൈ മോഡം ഒക്കെ കണക്ട് ചെയ്തു കേട്ടോ. വൈഫൈ ഇല്ലാതെ നമുക്ക് ഒരു പരിപാടി നടക്കുകയല്ലോ. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഷെൽഫ് ഒന്ന് കണക്ട് ചെയ്ത് വൈഫൈയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാം സൈഡിൽ നമ്മൾ ഹോൾ കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടെയാണ് വയറൊക്കെ വലിച്ചിരിക്കുന്നത്. ബാക്കി ഷെൽഫൊക്കെ ഞങ്ങൾ വീക്കെൻഡ് നോക്കി അങ്ങനെയൊക്കെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒന്നും ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർത്തതല്ല. ഇനി നെക്സ്റ്റ് 2 സ്റ്റെപ്പ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന 2ന്റെയും വീഡിയോ ക്ലിപ്സ് എൻ്റെ കയ്യിലില്ല കേട്ടോ. ഒന്നതാ ഈ ഒരു വലിയ മിറർ ഇവിടെ ഹാങ് ചെയ്തതാണ്. ഈ ഒരു വോളിൽ ഞങ്ങൾ ഈ ഒരു ബ്യൂട്ടിഫുൾ മിറർ വെക്കുവാണ് കേട്ടോ. ഇത് ആരോ ഡംപ് ചെയ്ത മിററാണ് കേട്ടോ. ഞങ്ങളുടെ ബിൽഡിങ്ങിന് താഴെ ഇത് ഹാങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു, കാരണം ഇതേതോ ഡ്രസ്സർ യൂണിറ്റിന്റെ കൂടെയുള്ള വരുന്ന ഒരു മിററാണ്. ഞങ്ങൾ ഇത് വോളുമായിട്ട് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു എൽ ബ്രാക്കറ്റ് പോലുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് കേട്ടോ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറർ കേട്ടോ. പക്ഷെ ആരോണ്ട് ഡബ് ചെയ്യാൻ ഇട്ടതാണ്. ഞങ്ങൾ അത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട് എടുത്തോണ്ട് വന്നതാണ്. നെക്സ്റ്റ് ഞങ്ങൾ ഇതാ സൈഡിലായിട്ട് ഈ ഒരു വോൾ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ടെമോന്ന് മേടിച്ചാണ്. എനിക്കറിയാം ലാസ്റ്റ് വീഡിയോയിൽ 1-2 പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ടെമോ ഹോള് കാണാൻ ആഗ്രഹമുണ്ടെന്ന്. ഞാൻ തീർച്ചയായിട്ടും ഹോൾ വീഡിയോ ചെയ്യാൻ കേട്ടോ. ലാസ്റ്റ് 1 year ആയിട്ട് ഞാൻ മേടിച്ച പ്രോഡക്ട്സ്
എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഞാനൊരു ഹോൾ വീഡിയോ തീർച്ചയായിട്ടും ഇടാം. അപ്പോൾ ഇവിടെ നമുക്ക് ബൾബ് കൊടുക്കാനുള്ള കണക്ഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ എക്സ്റ്റേണലി കോഡ് സെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്മൾ കണക്ഷൻ കൊടുത്തേക്കുന്നത്. അത് ഞങ്ങൾ ഐക്യന്ന് മേടിച്ചാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു സംഭവം മേടിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഡ് സെറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണേലും വോൾ ലാമ്പ് ഫിക്സ് ചെയ്യാൻ കേട്ടോ. അതൊരു അടിപൊളി ഹാക്കാണ്. പിന്നെ ആ വിസിബിൾ ആയിട്ടുള്ള കോഡ് സെറ്റ് ഇതുപോലെ കവർ ചെയ്തിട്ട് നമ്മൾ ഏത് പെയിന്റ് ആണോ ആ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് അത് കൺസീൽ ആയിട്ടിരുന്നോളും കേട്ടോ. പിന്നെ നമ്മൾ പുറത്തൊരു ഹോള് കൊടുത്തോണ്ട് തന്നെ കേബിളും എക്സ്റ്റൻഷൻ ബോർഡും വയറും എല്ലാം ഉള്ളിൽ നല്ല കൺസീൽ ആയിട്ട് കവർ ആയിട്ടിരിക്കുകയാണ്. ഒന്നും പുറമെ വിസിബിൾ ആവില്ല, നല്ല വൃത്തിയായിട്ടിരുന്നോളും. അപ്പൊ ആ ഒരു മിററും ഈ ഒരു വോൾ ലാമ്പും ഫിക്സ് ചെയ്യുന്ന ക്ലിപ്സ് എൻ്റെ മിസ്സായി പോയി കേട്ടോ. അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ നമ്മുടെ ഷെൽഫ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തു, നമ്മുടെ പോൾ ക്യാബിനറ്റ് വെച്ചു, പിന്നെ മിറർ ഫിക്സ് ചെയ്തു, പിന്നെ ഒരു വോൾ ലാമ്പും കൊടുത്തു. ഇത്രയാണ് ഞങ്ങളിപ്പോ ഇവിടെ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ബുക്ക് ഷെൽഫ് എല്ലാം ഓൾറെഡി വെച്ച് എല്ലാം സെറ്റ് ചെയ്തതാണ്. കാരണം ഒരു 3 to 4 months മുമ്പ് ചെയ്തതല്ലേ. അപ്പൊ അന്ന് ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ അതെല്ലാം മാറ്റി, ബുക്സ് എല്ലാം മാറ്റി വീണ്ടും റീ അറേഞ്ച് ചെയ്യുകയാണ്. പക്ഷെ അതുകൊണ്ടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റിയല്ലോ, ഒന്ന് മാറ്റി എല്ലാം ഒന്ന് വൃത്തിയാക്കി. അപ്പൊ ഇനി ഒന്നുകൂടെ ഞാൻ റീ അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. പിന്നെ ഈ ക്യാബിനറ്റിനകത്തൊന്നും ഇപ്പൊ ഒന്നുമില്ല കേട്ടോ. കാരണം എന്ത് വെച്ചിട്ടും കാര്യമില്ല, മോനിപ്പോ എല്ലാം തുറന്നെടുക്കുന്ന ഒരു പ്രായമാണല്ലോ. അപ്പൊ ഞങ്ങൾ ഇതില് ആ കേബിളും കാര്യങ്ങളും വയറും എക്സ്റ്റൻഷൻ ബോർഡും ഒക്കെ അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ബുക്സ് ഒക്കെ വെച്ച് പറയാം. അപ്പൊ ആദ്യം തന്നെ എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ബുക്കായ ഹാരി പോട്ടർ ആണ് കേട്ടോ വെക്കുന്നത്. അപ്പൊ ഹാരി പോട്ടർ ഞാൻ ഹൈസ്കൂളിലും കോളേജ് ടൈമിലൊക്കെ വായിച്ചതാണ് കേട്ടോ. അപ്പൊ ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. നല്ലൊരു ഓഫർ കിട്ടിയതാണ്. എന്റെ ഒരു വലിയ എന്താ പറയുക ഒരു അസറ്റ് ആണ് ഹാരി പോട്ടർ എന്ന് പറഞ്ഞാൽ. ഇത് കൈ കിട്ടിയ ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു, കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇത് ആദ്യം തന്നെ ആക്കാം. ഞാൻ ഓരോരോ ബുക്സ് വെക്കുവാണ് കേട്ടോ, ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ വീഡിയോ ഭയങ്കര ലെന്തി ആവും. അപ്പൊ നിങ്ങൾക്ക് ബുക്സിന്റെ മാത്രമായിട്ട് വല്ല വീഡിയോ സജഷൻസോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇതിപ്പോ ഞാൻ ടൈം ലാപ്സിൽ എന്തായാലും സ്പീഡിൽ കാണിക്കാം. മേളില് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കുറച്ച് സ്പേസ് കുറവാണ്. അപ്പൊ മേളിൽ ഞാൻ ചെറിയ ബുക്സ്, പോക്കറ്റ് സൈസ് ബുക്ക് ഒക്കെ ഉണ്ടല്ലോ, ആ സൈസ് ബുക്കൊക്കെയാണ് ഞാൻ ഏറ്റവും മേളിൽ വെക്കുന്നത്. മോനും വായിക്കുന്നുണ്ട്. ഇപ്പം ആള് ഞാൻ വായിക്കുന്ന കണ്ടിട്ട് ഇപ്പൊ ബുക്ക് വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ആൾക്കൊരു ബുക്ക് കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. കുഞ്ഞു ബുക്കാണ് ഈ ഡയറി ഓഫ് വിംബിക്കിഡ് അങ്ങനത്തെ ബുക്സ് ആണ്. അപ്പൊ ആളുടെ ബുക്കൊക്കെ ചെറിയ സൈസ് ബുക്കുകളാണ്. അപ്പൊ അതൊക്കെ കിഡ്സിന്റെ അങ്ങനത്തെ ബുക്സ് എല്ലാം ഞാൻ മേളിലാണ് വെക്കുന്നത്. അപ്പൊ നമുക്കിനി ബുക്സ് എല്ലാം അറേഞ്ച് ചെയ്യാം. അപ്പൊ ബുക്സ് എല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഡെക്കോർ പീസസ് ഒക്കെ ആഡ് ചെയ്യാം.
ഈ ക്യാബിനറ്റിന് മേളിൽ ഞങ്ങളൊരു റണ്ണർ വിരിക്കുന്നുണ്ട്, പിന്നെ 2 ലാമ്പ് വെക്കുന്നുണ്ട്. ഇതിൽ കുറെ കാര്യങ്ങൾ ടെമോന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഈ ഒരു കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ ലാമ്പൊക്കെ ടെമോന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പൊ ടെമോന്ന് മേടിച്ച കാര്യങ്ങളെല്ലാം ഞാൻ സെപ്പറേറ്റ് ഒരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ഒത്തിരി ലെന്തി ആവും. അപ്പൊ നമുക്ക് ബാക്കി സ്റ്റൈലിങ്ങോടെ ചെയ്തിട്ട് ഹ്യൂജ് മേക്ക് ഓവറിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടാലോ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ മേക്ക് ഓവർ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മേക്ക് ഓവർ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയ ഒരു മേക്ക് ഓവറും കൂടിയാണ്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ഉള്ള പ്രെയർ ബോൾ ലാസ്റ്റ് ഞാൻ ഇട്ടിരുന്നു, അതും നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ എൻട്രി വേ തന്നെ ഫുൾ ഒരു വ്യത്യാസമാണ് കേട്ടോ. ഇപ്പൊ ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ് ഡോർ തുറന്ന് നമ്മുടെ ആ എൻട്രി വേയിലോട്ട് വരുമ്പോൾ തന്നെ. പിന്നെ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ഒരുപാട് താങ്ക്സ് പറയണം കേട്ടോ ഈ വീഡിയോയിലൂടെ. ആള് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു എനിക്ക് മേക്ക് ഓവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഐഡിയാസ് ഒക്കെ ഞാൻ പറഞ്ഞെങ്കിലും അതൊക്കെ പ്രാവർത്തികമാക്കിയത് ഹസ്ബൻഡാണ് കേട്ടോ. കാരണം ഈ വയറിങ്ങും കാര്യങ്ങളും ഒക്കെ ആളാണ് എല്ലാം ചെയ്തു തന്നത്. ഒരു ബിഗ് താങ്ക് യു കേട്ടോ. പിന്നെ ബുക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ആണെങ്കിലും കമന്റ് ചെയ്യുക. ഐ വിൽ ബി സോ ഹാപ്പി ടു ഷെയർ ഇറ്റ്. പിന്നെ ഡെമോ ഹോൾ ഉടനെ തന്നെ ഇടാം. പിന്നെ നമ്മുടെ ക്രിസ്മസ് വീഡിയോസും ഉടനെ തന്നെ ഇടാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.